ഒരു പാത്രം നിറയെ പാലെടുത്തിട്ട് ഒരു തുള്ളി വിഷം അതിൽ വീണാലും മൊത്തം പാലും കേടാകും, അത് വിഷമാകും. അതേപോലാണ് നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കുമ്പോൾ ഒരേ ഒരു വേണ്ടാത്ത ചിന്ത, ദേഷ്യമോ വൈരാഗ്യമോ കാമമോ ഏതെങ്കിലും ഒരു വേണ്ടാത്ത ഗുണം മനസ്സിനുള്ളിൽ വരുമ്പോൾ നേരത്തെ മുതൽ നല്ല തെളിവോടെ ഇരുന്ന മനസ്സ്, ഈശ്വരൻ വാസം ചെയ്യാൻ അനുയോജ്യമായിരുന്ന മനസ്സ് കളങ്കപ്പെടുന്നു. അങ്ങനെ കളങ്കപ്പെടുന്ന നേരത്തിൽ, കളങ്കപ്പെട്ട ഇടത്തിൽ ഈശ്വരൻ്റെ സാമീപ്യത്തെ നമ്മളാൽ ഉണരാൻ കഴിയാതെ പോകുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മളെ എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെടുത്തുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ നമ്മൾക്ക് എന്തിനാണ് കഷ്ടങ്ങൾ വരുന്നത്? സാധാരണമായി ജീവിക്കുന്നവർ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടും. അടുത്ത നാൾ എന്തു ചെയ്യും, അതിനടുത്ത നാൾ എന്തു ചെയ്യും, അടുത്ത മാസം, അടുത്ത വർഷം, അടുത്ത തലമുറയ്ക്ക് സ്വത്ത് ചേർക്കണം, അങ്ങനെ പോകും അവരുടെ ചിന്തകൾ. എന്നാൽ ഈശ്വരനു മേലെ വിശ്വാസമർപ്പിച്ച് ശിവഭക്തരായിരിക്കുന്നവർ എപ്പോഴും ഒരേ ഒരു വിചാരം മാത്രമേ അവരുടെ മനസ്സിൽ വെച്ചിരിക്കുകയുള്ളൂ. കുടുംബസ്ഥനായിരുന്നാൽ പോലും എങ്ങനെയെങ്കിലും ഈശ്വരനെ ഉണരണം, എങ്ങനെയെങ്കിലും എന്നിലുള്ളിലിരിക്കുന്ന ആ ദൈവത്തെ അറിയണം എന്നുള്ള വലിയ ഒരു ഏക മനോഭാവം അവർക്കുണ്ടായിരിക്കും. അപ്പോൾ ഈശ്വരനെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഉണർവിനെ തൻ്റെ ഉള്ളിൽ ഉണരണമെങ്കിൽ നമ്മൾ അതിന് തയ്യാറായിട്ടിരിക്കണം. എങ്ങനെയെന്ന് ചോദിച്ചാൽ കളങ്കമില്ലാത്ത ഒരു മനസ്സ് നമ്മൾക്കുണ്ടായിരിക്കണം. മനസ്സ് ശുദ്ധമാണെങ്കിൽ മന്ത്രം പോലും ചൊല്ലേണ്ട ആവശ്യമില്ലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സ് കളങ്കമില്ലാതെ മാറുമ്പോൾ അവിടെ ഈശ്വര സാന്നിധ്യം നമ്മളാൽ ഉണരാൻ പറ്റുമെന്നതാണ് നിദർശനമായ ഒരു സത്യം. ഇത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിലാണ് ഇരിക്കുന്നത്. വെളിയിൽ തേടുന്നു, അമ്പലങ്ങളിൽ പോകുന്നു, അമ്പലത്തിൽ പോയി അഭിഷേകം അർച്ചനകൾ എല്ലാം ചെയ്യുന്നു, എന്നാലും ഈശ്വരനെ ഉണരാൻ പറ്റുന്നില്ല എന്നോർത്ത് സങ്കടപ്പെടുന്നവരാണെങ്കിൽ തെളിവായി മനസ്സിലാക്കേണ്ട വിഷയം നമ്മൾ ആരംഭഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അമ്പലങ്ങൾ നമ്മൾക്ക് ആവശ്യമാണ്. നമ്മളെ താണ്ടി ഒരു ചൈതന്യം ഇരിക്കുന്നെന്ന് എല്ലാവർക്കും അറിയാനുള്ള ഒരിടമാണ് അമ്പലങ്ങൾ. ആരാധനാലയങ്ങൾ എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. അവിടെ ഒരു ശക്തിയുണ്ട്. നമ്മൾക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും സാധിച്ചു തരുന്ന ഒരു അതീതമായ ഒരു ശക്തിയുള്ള സ്ഥലമാണെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. അവിടേക്ക് പോയാൽ ഈശ്വരനെ പറ്റി അറിയാൻ പറ്റും, ദൈവമുണ്ട് എന്ന് നമ്മൾക്ക് തോന്നും. എല്ലാവരും പരിശ്രമം ചെയ്യുന്നുണ്ട്, ഈശ്വരനെ ശിവഭഗവാനെ ഉണരണമെന്ന് പരിശ്രമം ചെയ്യുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ പരിശ്രമത്തെ ഉപേക്ഷിക്കുകയാണ് പലരും ചെയ്യുന്നത്. ഒരു സാധാരണ മനുഷ്യർ ഒരുപാട് വിഷമങ്ങളെ ഒന്നും പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ അത് വിട്ടിട്ട് അവർ വേറെ ഏതെങ്കിലും ഒരു മാർഗത്തിലേക്ക് തേടാൻ അവരാഗ്രഹിക്കും. സാധാരണ മനുഷ്യർ എന്ന് പറയുമ്പോൾ സ്നേഹപൂർവ്വമായി ഇരിക്കേണ്ട ചില സമയങ്ങളിൽ നമ്മുടെ സ്വന്തം ഇച്ഛകൾ കാരണം നമ്മുടെ മനസ്സിനുള്ളിൽ കോപം, താപം, ആശ്ചര്യം ഇതെല്ലാം വളരാൻ നമ്മൾ അനുവദിക്കുകയാണ്. അത് ജ്ഞാനികൾക്കുള്ള വിഷയമാകുമ്പോൾ ഇതെല്ലാം പുറന്തള്ളി വിടും അവർ. അതെല്ലാം ഒന്നും അവർ സീരിയസ് ആയിട്ട് എടുക്കില്ല. ശരീരം, ജീവൻ എന്ന ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്ന വിധം വേറെയാണ്. എന്നാലും ഈശ്വരൻ്റെ സാന്നിധ്യം ഉണരണമെന്ന് വരുമ്പോൾ അതിനെ ഒന്നിനെയും പറ്റി ആലോചിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു മനോനിയന്ത്രണം. ഏതെങ്കിലും ഒരു വിഷയം നടക്കുമ്പോൾ ആ വിഷയത്തിനും എനിക്കും സംബന്ധമില്ല എന്ന് വിചാരിച്ച് ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ, ഒരു മനസ്സ്. ഒന്നും അവരെ ബാധിക്കുന്നില്ല എന്ന നിലയിൽ മനസ്സിരിക്കുന്നു എങ്കിൽ അത് കളങ്കമില്ലാത്ത ഒരു മനസ്സാണ്. ഒരു കാര്യം ചെയ്യും, പക്ഷേ അതിന് അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. കാരണം ഇത് എന്നാൽ നടന്നതല്ല, ഈശ്വരനാൽ നടത്തി, ഇതിനും എനിക്ക് ഒരു സംബന്ധവുമില്ല എന്ന ചിന്തയിൽ കടന്നുപോയും. അതാണ് ആ സമയത്ത് ഉന്നതമായ ഒരു ചിന്ത. ആ ചിന്ത ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഒരനുഭവത്തെ കടന്ന് ഇനിയും അതിനെക്കാട്ടിൽ ബെറ്ററായ ഒരു അനുഭവത്തിലേക്ക് പോകാൻ പറ്റുന്നത്. ചുറ്റുമുള്ള എല്ലാ വിഷയത്തിലും നമ്മൾ കണ്ണോടിച്ച് അതിലേക്കെല്ലാം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുമ്പോൾ നമ്മൾ എന്തിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നതെന്നുള്ള ആ ലക്ഷ്യബോധം നമ്മൾ മറന്നു പോകും. ചുറ്റും പല മായകൾ നടക്കും. ആ മായകളിലൊന്നും നമ്മൾ പെടാതെ നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കണം.
ദൈവത്തെ നമ്മൾ അറിയണം. അറിഞ്ഞു കഴിഞ്ഞ് നമ്മുടെ ആത്മാവിന് ശുദ്ധീകരണം നടക്കണം. അതിലൂടെ നമ്മുടെ ജീവിതത്തിലെ വിജയം കൈവരിക്കണം. ഇതായാലും നമ്മുടെ ലക്ഷ്യബോധത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മായയുടെ ഓരോ കാഴ്ചകൾ കണ്ടു കഴിയുമ്പോൾ അതിനെല്ലാം നമ്മൾ വശംവദരാകുകയാണ്. അതേസമയം ജ്ഞാനിയായ ഒരു മനുഷ്യൻ അത് ചെയ്യുന്നില്ല. അവർ ആ സാഹചര്യങ്ങളെല്ലാം ഇതെന്നെ ഒന്നും ബാധിക്കുന്നതല്ല എന്നുള്ള ആ ഒരു രീതിയിൽ അതിനെയെല്ലാം നോക്കിക്കാണാൻ പറ്റും. ഒന്നിനെയും അവർ ആഴമായിട്ട് മനസ്സിലേക്ക് വലിച്ചടുപ്പിക്കില്ല. ഇന്നിപ്പോൾ ഒരു സാഹചര്യം കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യം അത് കടന്നു പോകേണ്ടതാണ് എന്ന് വിചാരിച്ചിട്ട് അതോടെ വിട്ടേക്കും. അതേസമയം സാധാരണ ഒരു മനുഷ്യൻ അതിനെ പൊതിഞ്ഞു പിടിച്ച് ചേർത്ത് പിടിച്ച് നമ്മൾ അതിലേക്ക് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ അതിനെ ആർഗ്യുമെൻറ്റിൽ കൂടെ അത് നേരെയാക്കാൻ നോക്കും. ഇല്ലെങ്കിൽ തൻ്റെ നിഷ്കളങ്കതയെ ചോദ്യം ചെയ്യുന്ന ഒരു സന്ദർഭം വരുമ്പോൾ തൻ്റെ നിഷ്കളങ്കതയെ വെളിപ്പെടുത്തി കാണിക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തും. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിലൂടെ പോയി കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമാകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ആ ഈശ്വരൻ്റെ ആ ഒരു സാന്നിധ്യത്തെ അറിയാനുള്ള ഒരു അഭിവാഞ്ച അത് ശക്തമാക്കണം മനസ്സിൽ. എങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. എല്ലാ സന്ദർഭങ്ങളെയും കടന്ന് ശിവഭക്തരായി മാറി നമ്മൾ ഇനിയും ചില വിഷയങ്ങളെ, കോപപ്പെടൽ, സങ്കടം, ഇതുപോലെയുള്ള ചലനങ്ങളെ കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും നമ്മൾ പക്വപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശിവഭക്തരായിരിക്കുന്ന നിറയെ പേർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഈ ശിവഭക്തിയിലേക്ക് കടക്കുമ്പോൾ തന്നെ പരീക്ഷണങ്ങൾ തുടങ്ങുകയാണ് നമ്മുടെ ജീവിതത്തിൽ. അതുവരേക്കില്ലാതിരുന്ന പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതുവരേക്കും നമ്മളോടൊപ്പം ഇരുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല വ്യക്തികൾ നമ്മളെ വിട്ടുപോകും. അപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ അവിടെ എന്നെ വിട്ടുപോയി, അല്ലെങ്കിൽ എന്നെ മറന്നു, എന്നോട് നന്ദികേട് കാണിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വിഷയങ്ങളിൽ അവർ അകപ്പെട്ടു പോകും. അതേസമയം ജ്ഞാനിയായ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ദൈവം എനിക്ക് ചെയ്യുന്ന നന്മകളാണ്, എന്നിൽ നിന്നും വേണ്ടാത്ത പല കാര്യങ്ങളെ ദൈവം എടുത്തു വിടുകയാണ് എന്നുള്ള ഒരു ചിന്ത വരും. ആ ചിന്ത വരുമ്പോൾ അതിലേക്കൊന്നും അവർ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ തൻ്റെ ലക്ഷ്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കും. എനിക്ക് ശിവഭഗവാനെ ഉണരണം, എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ ജന്മരഹസ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി എനിക്കൊരു നേർവഴി കിട്ടണം എന്ന് വിചാരിക്കുന്നവർ ഒന്നിലും അവർ ഫോക്കസ് ചെയ്യില്ല. ഒരേ ഒരു ഫോക്കസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, എനിക്ക് ഈശ്വരനെ ഉണരണം എന്ന് മാത്രമേ ഉള്ളായിരിക്കും. അപ്പോൾ ധ്യാനം ചെയ്യണം, അവിടെ മനസ്സിനെ നിയന്ത്രിച്ച് ഒരു നിലപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വരും. ഏതെങ്കിലും ആരുടെയെങ്കിലും സംസാരത്താൽ കോപം വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർമ്മകൾ ഇതുപോലെ ഒരു തടുമാറി പോയിട്ടേയിരിക്കും. എന്നാൽ ഒരളവിനു മേലെ കുറിപ്പിട്ട് ജ്ഞാനം കിട്ടിയവർ ഒരിടത്തും അതിനെ വെളിപ്പെടുത്തില്ല. അവരിലുണ്ടാകുന്ന ഒരു ഫീലിങ്സിനെയും അവർ വെളിയിൽ പ്രകടിപ്പിക്കില്ല. നമ്മളെ എന്ത് പറഞ്ഞാലും ശരി, അതിനെല്ലാം ഒന്നിനും കാതു കൊടുക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം അവഗണിച്ചു പോകേണ്ട വിഷയമാണെന്ന് ഉണർന്നതിൻ്റെ കാരണം അവർക്കതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. ഈശ്വരൻ്റെ കരുണാ കടാക്ഷം കിട്ടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു നിലയിലേക്ക് നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു വിഷയങ്ങളും നിങ്ങളെ ബാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ കുടിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം എല്ലാത്തിനെയും കടന്നു പോകാനുള്ള ഒരു മനധൈര്യം വരും. ഒരു ദുഃഖം വന്നാലോ സുഖം വന്നാലോ ഒന്നിലും നമ്മൾ ആഴ്ന്നു പോകാതെ സമനിലയിൽ സമത്വ മനോഭാവത്തോടെ നിൽക്കാൻ നമ്മൾക്ക് പറ്റും. അതാണ് ഒരു ശിവഭക്തരുടെ പ്രധാന ലക്ഷണമെന്ന് പറയുന്നത്. ഒരു ചെറിയൊരു വാക്കുകൊണ്ട് പോലും നമ്മളെ വേദനിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അവർ തന്നെ ചിന്തിക്കും, ഇവനോട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇവനൊന്നും അനങ്ങുന്നില്ലല്ലോ, എവിടെ നിന്ന് കിട്ടി ഈ ക്ഷമ, ഇതൊക്കെ ചിന്തിക്കും. അപ്പോൾ ഓരോരുത്തരും നിങ്ങളെ അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങളൊരു ശിവഭക്തരാണെങ്കിൽ നിങ്ങളിങ്ങനെയൊക്കെയാണോ, നിങ്ങളുടെ പുറം കാഴ്ചകളിൽ നിന്നും നിങ്ങൾ അകപ്പെടാത്തവരാണോ എന്ന് ചിന്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.